സുഹൃത്തുക്കളെ നമസ്കാരം. അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനുള്ളത് എവിടെയെന്നറിയാമോ? ഞാനുള്ളത് കറക്റ്റ് പറയുകയാണെങ്കിലല്ല, കാക്കനാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മാറിയിട്ട് കുഴുവേലിപ്പടി പുക്കാട്ടുപടി എറണാകുളം ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 500 മീറ്റർ മാറിയിട്ട് കാണുന്ന ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രൊജക്റ്റാണ് ഈ കാണുന്നത്. ഗേറ്റഡ് കമ്മ്യൂണിറ്റി അല്ല, ഏകദേശം ഒരു 5-6 വില്ലകൾ വരുന്ന 4 സെന്റ്, 5 സെന്റ്, 4.5 സെന്റ്, 3 സെന്റ് എന്നീ ലാൻഡിലാണ് ഈ കാണുന്ന 3 സെന്റിലുള്ള ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ 3 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണ്. ഈ ഒരു 2 വില്ലകളാണ് ഈ ഒരു സൈഡിൽ തന്നെ കൊടുക്കാനായിട്ടുള്ളത്. അത് 3 സെന്റിൽ തന്നെയാണ്. സെയിം ഒരു സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പൊ അവിടേക്കുള്ള വഴിയാണ് ഈ ടാറിട്ട റോഡിൽ നിന്ന് ഇന്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ച് നല്ല രീതിയിൽ ഏകദേശം ഒരു 5 മീറ്ററോളം വഴി സൗകര്യം തന്നെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ കോമ്പൗണ്ട് വാളിൽ നോക്കി നിങ്ങൾ നല്ല ഫാൻസ് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാഡിംഗ് സ്റ്റോണിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്പോട്ട് ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് അതും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഗേറ്റ് വരുന്നത് സ്ലൈഡിംഗ് ഗേറ്റ് ആണ്. സ്ലൈഡിംഗ് ഗേറ്റ് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ ഒരു SUV വാഹനം തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അതുപോലെ ഈ തൂണുകളിൽ ക്ലാഡിംഗ് സ്റ്റോണിന്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. കാർ പോർച്ച് കൂടാതെ തന്നെ അത്യാവശ്യം ഫ്രണ്ടേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഭാഗത്തും ടെസ്റ്റർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ക്ലാഡിംഗ് സ്റ്റോണിന്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കടുപ്പ കല്ലുകൾ കൊടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു പാസേജ് എന്ന പോലെ തന്നെ ഒരു സിറ്റ് ഔട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. വരും സുഹൃത്തുക്കളെ, മെയിൻ ഡോറ് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. മെയിൻ ഡോറ് അതിന്റെ ഹാൻഡില് കൊടുത്തേക്ക് നോക്കി, അത് മരത്തിന്റെ തന്നെയാണ്. അതുപോലെ തന്നെ ഇത് മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മഹാഗണിയിൽ ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഡോറ്, അതുപോലെ തന്നെ കട്ടില എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ആഞ്ജലിയിലാണ്. നേരെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ട് ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെയാണ്. ഈ ഭാഗത്ത് TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. പ്ലാന്റ്സ് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്ക ലാമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട്. 4 സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ ചെറിയ LED ബൾബുകളും അതുപോലെ തന്നെ വാം ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വുഡൻ ടച്ചിലാണ് ഇത് വരുന്നത്. ഈ 3 ഭാഗത്തും ഒറ്റപ്പാളികളുള്ള വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് ഒരു ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 6-7 പേർക്ക് ഇരിക്കാം. അതിനുള്ള സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെയായിട്ട് വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അത് സെറാ ബ്രാൻഡിന്റേതാണ് ഫിറ്റിംഗ്സ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ മൈക്ക ലാമിനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസിന്റെ താഴെ ഭാഗത്ത് ഇൻവെർട്ടർ വെക്കാനും അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മോഡേൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചൺ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു കൗണ്ടർ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ഹോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു കൗണ്ടർ ടോപ്പില് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. താഴ്ഭാഗത്തൊക്കെ ക്യാബിനറ്റ്സും അതുപോലെ തന്നെ കാബോർഡ് വർക്കുകൾ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഭാഗത്ത് വർക്ക് ഏരിയ സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല. വർക്ക് ഉണ്ട്. ചെറിയ വർക്ക് അവിടെ ടച്ചപ്പ് പോലെയൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഭാഗത്ത് ഇവിടെ ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ ഈ ഒരു ചെറിയ വീടിന് നല്ല ഭംഗിയിൽ തന്നെ ആണ് ചെയ്തിരിക്കുന്നത്. താഴെ ഒരു ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെ ആയിട്ടാണ് ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത്. ഇതൊരു ചെറിയ ബെഡ്റൂം തന്നെയാണ്. അതുപോലെ തന്നെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത്
ഒരു മിറർ സജ്ജീകരിച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ കൺസീൽഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. സെറ ബ്രാൻഡിന്റെ ആണ് ഈ ഫിറ്റിംഗ്സ് വരുന്നത്. അതുപോലെ തന്നെ എല്ലാം സെറാടെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ടൈല് മാറ്റ് ഫിനിഷ് ടൈലുകൾ കൊടുത്തിരിക്കുന്നു. ഗ്രേ കളറിലുള്ള ടൈലുകൾ, ഗ്ലോസി ടൈപ്പിലുള്ള ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ വരുന്നത് GM-ന്റെ സ്വിച്ചസ് ആണ് ഇത് വരുന്നത്. മെയിൻ ആയിട്ടുള്ള പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ടൈൽ 6x4 സൈസ് വരുന്ന ടൈലുകളാണ്. അത് വെറ്റിഫൈഡ് ടൈലുകൾ തന്നെ കൊടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയർ കേസ് കയറുമ്പോൾ തന്നെ ഇത് മരത്തിന്റെയാണ് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രാനൈറ്റ് താഴെ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് ഇവിടെ ചെറിയ അപ്പർ ലിവിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചെറിയൊരു സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളില് 2 ബെഡ്റൂം, അപ്പൊ മൊത്തം 3 ബെഡ്റൂം, 1600 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 3 സെന്റ് സ്ഥലത്ത് ഒരുക്കിയിട്ടുള്ള വീടാണ്. ഇതൊരു ചെറിയ ബെഡ്റൂം തന്നെയാണ്. സെയിം ഇപ്പൊ ഞാൻ കയറിയത് താഴത്തെ സെയിം ബെഡ്റൂം തന്നെയാണ്. താഴത്തെ അതേ സെയിം ബെഡ്റൂം തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാം ആ ഒരു താഴത്തെ ബെഡ്റൂമിൽ പോലെ തന്നെ മുകളിലും ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഒരു യൂട്ടിലിറ്റി സ്പേസ്. ഇവിടെയായിരുന്നു ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്, ബ്രൗസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്ക് നമുക്ക് കയറാം. അലക്കി വിരിച്ച് മേളിലൊക്കെ വിരിച്ചിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇവിടെയായിട്ട് നോക്കി ഒരു പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. പർഗോള എന്ന് പറയാൻ അവിടെ ഗ്ലാസ് ഒക്കെ ഇട്ടതാണ്. അവിടെ ചെറിയ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. ഫോർ സീലിംഗ് ബൾബുകളൊന്നും അടച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കി കണ്ടോ, സിമ്പിൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒത്തിരി ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോ നമുക്ക് ഇതൊരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ബാക്കി 2 ബെഡ്റൂമിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ വലിയൊരു ബെഡ്റൂം തന്നെ ഒരുക്കിയിട്ടുണ്ട്. വാൾബോർഡ് കൊടുത്തിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ വലിയൊരു നാച്ചുറൽ വെളിച്ചമൊക്കെ കിട്ടാവുന്ന രീതിയിൽ വലിയൊരു വിൻഡോ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വലിയൊരു വിൻഡോ നാച്ചുറൽ ഇതൊക്കെ തുറന്നിട്ട് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടും. ഇവിടെ നോക്കിയിട്ടുണ്ട വെറൈറ്റി കളർ തന്നെയാണ്. അതുപോലെ ഈ ഭാഗത്ത് ഡ്രസ്സിംഗ് റൂം, അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം. ബാത്റൂം എല്ലാം നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമാണ്. ബെഡ്റൂമിന് പറ്റിയ ബാത്റൂം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് അവിടെ ഒരു ചെറിയ ഒരു സ്റ്റഡി റൂമാണിത്. ഒരു സ്റ്റഡി റൂം, അപ്പർ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ സിസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കുകളും എല്ലാം ചെയ്ത് ഭംഗിയിലാണ്. ഈ ഭാഗത്തേക്ക് ഒന്നാണ് ഒരു ടെറാക്കോട്ട ജാടി പോലെ സൗകര്യങ്ങൾ നല്ല കാറ്റ് അടിച്ച് വീശി കിട്ടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു 3-4 ചെയറിടാവുന്ന സെറ്റപ്പിൽ തന്നെ ഇവിടുത്തെ എന്തൊരുക്കിയിട്ടുണ്ട്, ബാൽക്കണി ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ചെറിയ LED ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസിലേക്കാണ് ഈ നമുക്ക് കിടക്കേണ്ടത്. താഴേക്ക് പോവാം. സുഹൃത്തുക്കളെ, ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കേട്ടോ, ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് വെറും നമുക്ക് 5 കിലോമീറ്റർ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സിഗ്നലൊന്നും കൂടാതെ തന്നെ എത്രയും പെട്ടെന്ന് എത്തിപ്പെടാവുന്ന ദൂരത്താണ് ഇൻഫോ പാർക്ക് ഉള്ളത്. അതുപോലെ തന്നെ സിവിൽ സ്റ്റേഷൻ, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, കിൻഫ്ര, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. 3 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില 74 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണോ നിങ്ങളെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പർ വിളിക്കാവുന്നതാണ്. ഇതിൻ്റെ ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് നമ്മൾ അങ്ങനെയും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണണ്ടേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ
ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും ഒന്നും നിങ്ങൾ ആരും മടിക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം.